നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് പറളി പഞ്ചായത്തിക്ക് പോയതും പ്രസിഡന്റോട് കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ദുരനുഭവവും കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. ഇന്ന് ആ പ്രസിഡന്റോട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പഞ്ചിങ് മെഷീൻ ഉറപ്പുവരുത്തുക. രണ്ടാമത്, ഓരോരോ ദിവസവും ഉദ്യോഗസ്ഥരുടെ സേവനം മിനിറ്റ്സ് ബുക്കിൽ രേഖയാക്കണം. മൂന്നാമത്, പഞ്ചായത്ത് വാഹനം ഉപയോഗിക്കുമ്പോൾ എവിടേക്ക് പോകുന്നത്, വരുന്നത്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്, എന്ത് ആവശ്യത്തിനാണ് വാഹനം പോകുന്നത് എന്നുള്ള വിവരം കൃത്യമായിട്ട് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തണം. 4, എല്ലാ വാർഡുകളിലും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നായ സ്ട്രീറ്റ് ലൈറ്റ് ഓരോരോ മാസവും കൃത്യമായിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനായിട്ട്, അത് പരിപാലിക്കാനായിട്ട് കൃത്യമായിട്ട് കൃത്യസമയത്ത് അത് പാലിക്കാനുള്ള സംവിധാനം കണ്ടെത്തണം. ഈ 4 കാര്യങ്ങളും ഞാൻ പുതിയതായിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ പൊതുജനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ 4 കാര്യങ്ങളും ഒന്നും ഞാൻ പുതിയതായിട്ട് ആവശ്യപ്പെടുന്നില്ല. ഇത് നിലവിലെ സംവിധാനത്തിൽ ഉള്ള കാര്യങ്ങളാണ്. നമ്മുടെ പറളി പഞ്ചായത്തിൽ കൃത്യമായിട്ട് അത് പാലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പാലിക്കാത്തത് കൊണ്ടാണ് പാലിക്കണമെന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പഞ്ചിങ് മെഷീൻ, അപ്പോൾ നമുക്ക് രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ള വാർഡ് അംഗങ്ങൾക്കും ഒരു ന്യായീകരണം ഉണ്ടാകാം. എന്താണ്, കേരളത്തിൽ എവിടെയും പഞ്ചിങ് മെഷീൻ ഇല്ല എന്ന്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരോടും എനിക്കിപ്പോൾ വിനീതമായി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് നിങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കേസ് പോയപ്പോൾ ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് നിങ്ങൾ ഈ ന്യായീകരണമായിട്ട് വരുന്നവർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്, പഞ്ചിങ് മെഷീൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. രണ്ടാമത്, ഓരോരോ ദിവസവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനം മിനിറ്റ്സ് ബുക്കിൽ രേഖയാക്കണം. ഇത് പുതിയ കാര്യമല്ല. നിലവിൽ ഇതിനു മുന്നും ബഹുമാനപ്പെട്ട സർക്കാരുടെ സംവിധാനത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിനോ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയുടെ മേൽ 3 മാസം ആയതിനു ശേഷവും 6 മാസം ആയതിനു ശേഷവും അവർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ അപേക്ഷ കൊടുത്ത വ്യക്തിക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാം, ഇന്ന തീയതിയിൽ ഞാൻ ഒരു അപേക്ഷ ഇന്ന ആവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ തീയതി മുതൽ 4 ഇതുവരെ താങ്കൾ സ്വീകരിച്ച നടപടിയുടെ വിശദാംശം മിനിറ്റ്സ് ബുക്കിൻ്റെ പകർപ്പ് ആവശ്യപ്പെടുന്നു എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഇതിന് വരുന്ന ചിലവ് തുക വഹിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ മിനിറ്റ്സ് ബുക്കിൻ്റെ പകർപ്പ് തരാൻ ബാധ്യസ്ഥരാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. എന്നാൽ നമ്മുടെ പറളി പഞ്ചായത്തിൽ അത് ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അത് ഇല്ല. കാരണം ഉദാഹരണമുണ്ട്, കുറേ ഉദാഹരണങ്ങളുണ്ട്. അതായത് നമ്മുടെ പറളി പഞ്ചായത്ത് ഓഫീസിലിരുന്ന് എഇൻ്റെ ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കാൻ ഇവരെടുക്കുന്ന ദിവസം ഒരാഴ്ച 10 ദിവസമാണ്. എഇ ഓഫീസിലിരുന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മെയിൽ അയക്കാൻ എടുക്കുന്ന ദിവസം ഒരാഴ്ച 10 ദിവസമാണ്. ഇതൊക്കെ നമ്മൾ അനുഭവത്തിലിരുന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓരോരോ ഓഫീസുകൾ ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു ഫയല് ഒരു ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഇനി ഒരു ഉദ്യോഗസ്ഥർക്ക് പോകാനായിട്ട്, തൊട്ടടുത്തുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ കൈക്ക് പോകാനായിട്ട് ഒരാഴ്ച 10 ദിവസമാണ് സമയം എടുക്കുന്നത്. എന്തിനാ ആ സമയം? അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ഓരോരോ ദിവസവും ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ എന്ത് ജോലി ചെയ്യുന്നെന്ന് നിങ്ങൾ മിനിറ്റ്സ് ബുക്കിൽ രേഖയാക്കി ഓട്ടോമാറ്റിക്കലി ഈ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യും, അവരുടെ ജോലി ചെയ്യും. ഇവരൊന്നും ഫ്രീ ആയിട്ട് നമുക്ക് ജോലി ചെയ്യുന്നവരല്ല, നമുക്ക് വേണ്ടി ചെയ്യുന്നവരല്ല. നമ്മുടെ നികുതി പൈസയിലിരുന്ന് ഈ ബഹുമാനപ്പെട്ട സർക്കാർ ഓരോരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യാനുമാണ് മാസം ശമ്പളം തരുന്നത്. 3 മാസം ശമ്പളം തരാണ്ടിരിക്കട്ടെ,
ഇവരുടെ ഇൻക്ലാബ് ജിന്ദാബാദ് വിളി അറിയാം. ഇവർക്ക് വേണ്ട 3 മാസം വേണ്ട, ഒരു 10 ദിവസം വൈകി സാലറി കിട്ടട്ടെ, 3 മാസം തുടർച്ചയായിട്ട് ഒരാഴ്ച 10 ദിവസം സാലറി വൈകി കിട്ടട്ടെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ തനി നിറം അറിയാമല്ലോ. അപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങും, ഇൻക്ലാബ് ജിന്ദാബാദ്, ഞങ്ങൾക്ക് കൃത്യസമയത്തേക്ക് സാലറി തരാതെ സർക്കാരിനെതിരായിട്ടുള്ള സമരമാണ്, ആണയാണ് ചേനയാണ് മറ്റതാണ് മരിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിത്തിരിക്കും. എന്ത്, അവരുടെ കഞ്ചുകുടിയിലെ മണ്ണുവാരിയിട്ട് അവരുടെ കഞ്ചുകുടിക്ക് ബുദ്ധിമുട്ടാണെന്ന് ആകുമ്പോൾ അവർക്ക് വൈരുകത്തൽ. പക്ഷെ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുമില്ല. ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. 90% നമ്മുടെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയാണ്. അത് നമ്മുടെ പറളി പഞ്ചായത്തിലെയും ആ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതിന് എനിക്ക് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രസിഡൻറ്റോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നീ ചോദിച്ച കാര്യം തെറ്റാണെന്ന് പറയാം. പക്ഷെ ഞാൻ ചോദിച്ച കാര്യം എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രസിഡൻറ്റോട് ഈ ആവശ്യം ഉന്നയിച്ചത്. നിലവിലെ ബഹുമാനപ്പെട്ട സർക്കാരുടെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പറയുന്നത്. പിന്നെ മൂന്നാമത് വണ്ടിയുടെ കാര്യം. ഈ വണ്ടി എവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണ് വരുന്നത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു രേഖയും കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ ഇത്രയും കാലം നിങ്ങൾ അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇനി അത് നിങ്ങൾ രേഖയാക്കണം എന്ന് ആവശ്യപ്പെട്ട്. നാലാമത്, പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് പോലും നേരെ ചൊവ്വയെ പല വാർഡുകളിൽ പല സ്ഥലങ്ങളിൽ കാട്ടുപന്നി ശല്യമുള്ള സ്ഥലങ്ങളിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ഒരു അറിവിൽ, ഞാൻ അറിയാൻ കഴിഞ്ഞത്, എൻ്റെ ഒരു അറിവിൽ ഇവിടെ കൃത്യമായിട്ട് ടെൻഡർ വിളിച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടും എന്തുകൊണ്ട് അത് കൃത്യമായിട്ട് ഓരോരോ മാസവും അത് കൃത്യമായിട്ട് പരിപാലിക്കുന്നില്ല? അത് പരിപാലിച്ചു കൊടുക്കണം. പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് പഞ്ചായത്താണ്. അപ്പോൾ അത് നിങ്ങൾ പരിപാലിക്കണം. ഈ കാര്യങ്ങളാണ് ഞാൻ പ്രസിഡൻറ്റോട് സംസാരിച്ചത്. പിന്നെ ഈ മെമ്പർമാരെന്ന് വെച്ചാൽ ഞാൻ അത്ര ഇതായിട്ട് ഞാൻ പറയുന്നില്ല. മെമ്പർമാർ എല്ലാവരെയും ഒരുപോലെ ഞാൻ പറയുന്നില്ല. നല്ല വിവരവും വിദ്യാഭ്യാസവും അറിവും ഉള്ള മെമ്പർമാരുണ്ട്. പക്ഷേ ഈ നമ്മൾ ഒരു ചട്ടിയിൽ ചോറ് വയ്ക്കുമ്പോൾ ഒരു ചോറ് എടുത്തിട്ടാണ് നമ്മൾ വെന്നോ ഇല്ലയോ നമ്മൾ നോക്കുന്നത്. എന്ന മാതിരിയാണ് ഒരു ചില മെമ്പർമാർ ജനങ്ങളോട് കാണിക്കുന്നതിൻ്റെ താസ്യം അഹംഭാവമാണ്. അത് എല്ലാവർക്കും പേരുദോഷം ഉണ്ടാകുന്നത്. എന്നാൽ പൊതുജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ കൃത്യമായിട്ട് നിങ്ങൾ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയമോ, നിങ്ങൾ ഏത് രാഷ്ട്രീയമായിക്കോ, നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാവാം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണം ഉണ്ടാവാം, ആയിക്കോട്ടെ. ഞാൻ അതിനെതിരല്ല. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസത്തിന് ഞാൻ എതിരല്ല. കമ്മ്യൂണിസത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നില്ല, അതിനെതിരാണ്. കോൺഗ്രസ് ആണോ, കോൺഗ്രസിന് ഞാൻ എതിരല്ല. കോൺഗ്രസിൻ്റെ ആശയത്തിന് ഞാൻ എതിരല്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നില്ല, അതിനെതിരാണ്. BJP ആണോ, BJPയുടെ ആശയത്തിന് ഞാൻ എതിരല്ല. പക്ഷെ BJPയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നില്ല, അതിനെതിരാണ്. അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ അവസരത്തിൽ. ആയതുകൊണ്ട് പൊതുജനങ്ങൾ നിങ്ങൾ വിലയിരുത്തുക. ഞാൻ ആവശ്യപ്പെട്ട ഈ 4 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. മാറ്റം വരുത്തേണ്ടത് നമ്മളാണ്. ഭരണകർത്താക്കൾ ഒരിക്കലും ജനങ്ങൾ നന്നാകണമെന്ന് ചിന്തിക്കില്ല. ജനങ്ങളാണ് ഇറങ്ങിത്തിരിക്കണം, ജനങ്ങളാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമുക്ക് ആവശ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.